മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. യേശു ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. ജെറുസലേമിലെ കൂടാര തിരുനാളിനോടനുബന്ധിച്ച് അവിടെ പ്രകാശം കിട്ടാനായിട്ട് ഓരോ ഭാഗം തിരിച്ചിരിച്ച, സ്ത്രീകൾക്കൊരു ഭാഗം, പുരുഷന്മാർക്കൊരു ഭാഗം. ആ ഭാഗത്തൂടെ പോകാനേ പറ്റുള്ളൂ, തിരിച്ചങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടല്ലേ മാതാവും മാസപിതാവും ഉണ്ണീശോ മാതാവ് വിരിച്ച അവസരത്തിന് കൂടി ഉണ്ടാവുന്ന, അവസരവിധ വെച്ച് മാതാവിനെ കൂടി ഉണ്ടാവുന്ന, ഒത്തിരി കിലോമീറ്റർ കടന്നിട്ടാണ് പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് വരാം. സമയമെടുക്കപ്പോൾ കണ്ടുമുട്ടാനായിട്ട്. അപ്പം ഈ സ്ത്രീകളുടെ ഭാഗത്ത് വെളിച്ചം കിട്ടാനായിട്ട് 4 വലിയ പന്തങ്ങൾ കത്തിക്കും. നമ്മുടെ പെരുന്നാളിനെ സ്വിച്ച് ഓൺ കർമ്മം എന്ന് പറഞ്ഞതുപോലെ, ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടല്ലോ, അതുപോലെ ആ തിരുനാളിനനുബന്ധിച്ചിട്ട് പ്രകാശം കിട്ടാനായിട്ട്, ഈ തമാലയം മുഴുവനും പ്രകാശിക്കാനായിട്ട് അന്ന് LED ബൾബൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ വലിയ പന്തങ്ങൾ, 4 വലിയ പന്തങ്ങൾ കത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ദേവാലയം മുഴുവനും പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ പ്രകാശമാനമായിട്ട് മാറും. അതിനോടനുബന്ധിച്ചിട്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. അപ്പം പെരുന്നാൾ ദിവസം മാത്രമാണ് ഈ 4 പന്തങ്ങൾ കത്തിച്ചു വയ്ക്കുക. അതിനോടനുബന്ധിച്ച്, ഈ കൂടാരത്തിനോടനുബന്ധിച്ചാണ് ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഈ പന്തലാത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ വളരെ അന്ധകാരമായിരിക്കും. പോകുന്ന വഴിക്ക് പ്രകാശമൊന്നും ഉണ്ടാവില്ല, കാണുവാൻ സാധിക്കില്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയുമ്പോൾ വെളിച്ചം കിട്ടലും മാത്രമല്ല, വെളിച്ചം ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. വെളിച്ചം എന്ന് പറയുന്നത്, ദൈവശാസ്ത്രം പറയുന്നത്, ഈ പ്രകാശത്തിന് വെളിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥവും കൂടിയുണ്ട്. വെളിപ്പാട് എന്ന് പറയുമ്പോൾ പ്രകാശം ഉള്ളപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടും എല്ലാം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഈശോ വെളിപ്പെടുത്തുന്നത് ആരെയാണ്? ഈശോനെയാണോ? പിതാവായ ദൈവത്തെയാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പിതാവുമായിട്ട് ബന്ധം പുലർത്തുന്ന ദൈവം തന്നെയാണ് ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ പിതാവിനെയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുന്നത്. ദൈവശാസ്ത്രന്മാർ കൃത്യമായിട്ട് പറയുന്നത്, പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്തോടെയാ? മൊത്തം കണ്ണ്, അതിൻ്റെ ഏത് ഭാഗത്തോടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്? നെറ്റിയ. നമ്മൾ ഈ കണ്ണിലെ ഏത് ഭാഗത്തോടെ കാണണേ? കൃഷ്ണമണി. നമ്മളിവിടെ ചാപ്പൽ നോക്കിയാൽ അറിയാം, പലർക്കതറിയില്ല. നമ്മുടെ ഈ ചാപ്പല്, മധ്യസ്വാതന്ത്ര്യ ചാപ്പല്, അത് കണ്ണാണ്. കണ്ണ് പിതാവായ ദൈവത്തിൻ്റെ കണ്ണാണ്. ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ, അതിൽ കൃഷ്ണമണിയാണ് ഈശോ. അപ്പൊ പിതാവിനെ ലോകത്തിലേക്ക് കാഴ്ചയായിട്ട് പറഞ്ഞയക്കുന്നത് ഈശോയാണ്. ആ തിയോളജിക്കൽ അർത്ഥമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയുമ്പോൾ അത് പിതാവ് കാണുന്നത് ഈശോയില. പിതാവ് നമ്മൾ കാണുന്നത് ഈശോയിലൂടെയാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു. അപ്പൊ ഇവിടെ പ്രകാശം എന്ന് പറയുന്നത് അതൊരു വെളിപ്പെടുത്തലാണ്.
പിതാവിനെ ആരും കണ്ടിട്ടില്ല. ആ കാണാത്ത പിതാവിനെ വെളിപ്പെടുത്തലാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു സത്യമാണ്. വെളിച്ചം എന്ന് പറയുന്ന സത്യമാണ്, അതൊരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യത്തിലെ പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പക്ഷെ ഈശോയിലൂടെയാണ് ഈ പിതാവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇനി സക്കറിയയുടെ പുസ്തകം 14:7 വാക്യം എടുത്ത് വായിച്ചേ. ഇവിടെ പ്രകാശം എന്ന് പറയുമ്പോൾ എടുത്ത് വായിക്കും. സക്കറിയയുടെ പുസ്തകം 14:7 വാക്യം. ആ 14 പറയുന്നത് ദൈവത്തിൻ്റെ ദിനത്തെക്കുറിച്ചിട്ടാണ്, ദൈവത്തിൻ്റെ ദിവസത്തെ കുറിച്ചിട്ടാണ് സക്കറിയയുടെ പുസ്തകം 14:7 വാക്യത്തിൽ പറയുന്നത്. അവിടെ 7 വാക്യത്തിൽ പ്രകാരം പറയുകയാണ്, കർത്താവിൻ്റെ ദിനത്തിൽ അന്ന് തുടർച്ചയായിട്ടും പകലായിരിക്കും, പകല് മാത്രം ഉണ്ടാവുള്ളൂ. 24 മണിക്കൂറും പകല് മാത്രമായിരുന്നു. വായിച്ചോ. പകലും രാത്രിയുമല്ല, പകല് മാത്രമായിരിക്കും. ദൈവത്തിന് ദിനം സമാഗതമാകുമ്പോൾ അന്ധകാരം മാറി പകല് മാത്രം 24 മണിക്കൂറും പകൽ രാത്രി പകല് മാത്രമായിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടും സക്കറിയ പ്രവാചകൻ അവിടെ പ്രവചനത്തിൽ 14:7 വാക്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വിളിച്ചിട്ടുണ്ട്. ഈ ദിനം കർത്താവിന് മാത്രം അറിയുള്ളൂ. അപ്പൊ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു പറയുമ്പോൾ ഈശോ ആണ് ദൈവപുത്രനാണെന്ന് വളരെ വ്യക്തമായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറയുക. ഇനി പുറപ്പാടിന്റെ പുസ്തകം 13:21-22 വാക്യത്തിലെ ഇസ്രായേൽ ജനത്തിന് രാത്രിയിലെ പ്രകാശം നൽകുവാൻ അഗ്നിസ്തംഭമായിട്ടും പകൽ വഴി കാട്ടാനായിട്ട് മേഘസ്തംഭമായിട്ട് കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ദൈവത്തെയാണ് ഇസ്രായേൽ ജനത്തെ സൂചിപ്പിച്ചിരുന്നത്. ദൈവത്തെ കാണാൻ പറ്റാത്തത് കൊണ്ട് അവിടെ പറഞ്ഞു ഇത് ഈ മേഘസ്തംഭമാണ് ദൈവം, ഈ അഗ്നിസ്തംഭമാണ് ദൈവം. അപ്പൊ അതിന്റെ പൂർത്തീകരണമാണ് ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഉറക്കെ ഇവിടെ പ്രഘോഷിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. അടുത്ത ജ്ഞാനത്തിന്റെ പുസ്തകം 18-3-40 എടുക്കണ്ട. ഇസ്രായേലിനെ മരുഭൂമിയിലെ വാഗ്ദാനത്തിലേക്ക് നയിച്ച അഗ്നിസ്തംഭത്തെ നിയമത്തിന്റെ അനശ്വര പ്രകാശമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 18-3-40 തിരുവചനത്തിലെ ഈ അഗ്നിസ്തംഭത്തെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്ന അഗ്നിസ്തംഭത്തെ മേഘസ്തംഭത്തെ നിയമത്തിന്റെ അനശ്വരമായ പ്രകാശമായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിലെ ഈ അഗ്നിസ്തംഭവും മേഘസ്തംഭവും നിയമത്തിന്റെ അനശ്വരമായ പ്രകാശമാണെങ്കിൽ പുതിയ നിയമത്തിലെ നിയമത്തിന്റെ അനശ്വരമായ പ്രകാശമാണ് ഈശോ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഈശോയുടെ പ്രതിപാദിക്കുക. അപ്പൊ ഞാൻ ഈ ലോകത്തിന്റെ പ്രകാശമാണെന്ന് എന്നൊരു വാക്ക് പറയുമ്പോൾ എത്രയോ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രത്യേകത, ഈ പ്രകാശം എന്ന് പറയുന്നത് ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകത്തിലെ ആകാശം ഭൂമി സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം അത് പാപരഹിത ഭൂരഹിതമായിരുന്നു. പിന്നീടാണ് ദൈവം പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അത് പകലും ഇരുട്ടുമായി തിരിച്ചു. ആ പ്രകാശത്തിന്റെ അഭിഷേകം അവിടെയും കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-4 വാക്യത്തിൽ അത് കൃത്യമായിട്ട് യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:4 അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാനായിട്ട് ഇരുളിൽ കഴിഞ്ഞില്ല.
ഈ വെളിച്ചം എന്ന് പറയുന്നത് ഈശോയാണ്. വെളിച്ചം എന്ന് പറയുന്നത് ഈശോയാണ്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ വെളിച്ചം എന്ന് ഈശോ, ഞാൻ ലോകത്തിന്റെ പ്രകാശം വെളിച്ചം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജീവനുണ്ട്, ഒരു ജീവിതത്തെ അവിടെ നിന്ന് ഈശോ വരച്ച് കാണിച്ചു തരികയാണ്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 78 79 വാക്യങ്ങൾ എടുത്ത് വായിക്കും. ലൂക്ക 1:78-79. നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഉയർത്തുന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന് നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുവാനുമായിട്ട് വേണ്ടിയാണ്. അപ്പോൾ ഒരു വാക്ക്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ എത്ര പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റൊരു വാക്ക് മാത്രമുള്ള, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ആ ഉദയരശ്മി നമ്മിലെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ താഴ്വരയിലും ഇരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കാനായിട്ട്. ഇരുളെന്ന് പറയുമ്പോൾ അത് അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു, പാപത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ സമാധാനത്തിൻ്റെ, ലോകത്തിൻ്റെ പ്രകാശമായിട്ടുള്ള ഈശോ നമ്മിലേക്ക് വരുമ്പോൾ അവിടെ സമാധാനമുണ്ട്. ഏത് മരണത്തിന് താഴ്വരയിലാണെങ്കിലും ഏത് നിഴലിലാണെങ്കിലും നിനക്ക് സമാധാനം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. മൂന്നാമതായിട്ട്, പ്രകാശം നന്മയാണ്, പരിശുദ്ധിയാണ്. ദൈവശാസ്ത്രന്മാർ പറയാണ്, വെളിച്ചം നന്മയാണ്, പരിശുദ്ധിയാണ്. വിശുദ്ധി, നീതി, ധാർമ്മികമായിട്ടുള്ള വ്യക്തത എന്നിവയെ സൂചിപ്പിക്കാനാണ് ഈ പ്രകാശം എന്ന വിഷയോഗ്യൻ അവിടെ കാണിച്ചിരുന്നത്. ഇരുട്ടെന്ന് പറയുന്നത് പാപത്തെയും ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതത്തെയുമാണ് ഇരുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരുള് എന്ന് ഉദ്ദേശിക്കുന്നത് പാപത്തെയും അന്ധകാരത്തെയും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഡിസ്റ്റൻസിനെയാണ് ഇരുട്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി പ്രകാശം ഒരു വഴികാട്ടിയാണ് നമുക്കെല്ലാവർക്കും. സങ്കീർത്തകൻ 27:1, സങ്കീർത്തനം 27:1, കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിലെ കോട്ടയാണ്. അപ്പൊ ഈ പ്രകാശം എന്ന് പറയുന്നത് കർത്താവ് പ്രകാശമാണ്, രക്ഷയാണ്, കോട്ടയാണ്. സംഗീതം പറഞ്ഞ കാര്യം ആ ദൈവമായ കർത്താവിനെ സൂചിപ്പിക്കുന്നെങ്കിലേ ഇവിടെ പുതിയ നിയമത്തിലെ ആ കോട്ടയും രക്ഷയും അഭയമായിട്ട് ഈശോയാണെന്ന് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈശോ പറഞ്ഞിരിക്കുക. ഈ പഴയ നിയമം അറിഞ്ഞാലാണ് ഇത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള അർത്ഥം പൂർത്തീകരിക്കാനായിട്ട് ഈ ഇസ്രായേൽ ജനത്തിന് സാധിക്കുകയുള്ളൂ. യെശയ്യായുടെ പുസ്തകം 60-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് നോക്കാം. യെശയ്യായുടെ പുസ്തകം 60-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഇനി സൂര്യൻ ഉദിക്കില്ല, പകൽ നിനക്ക് ചന്ദ്രനായിരിക്കുകയില്ല. പകല് നിനക്ക് പ്രകാശം തരുന്നത് സൂര്യനല്ല, രാത്രിയിലെ പ്രകാശം ചന്ദ്രനല്ല, മറിച്ച് കർത്താവായിരിക്കും നിന്റെ നിത്യമായിട്ടുള്ള പ്രകാശം. കർത്താവായിരിക്കും നിന്റെ നിത്യമായിട്ടുള്ള പ്രകാശം. ആത്മീയമായിട്ട് നമ്മളെ നയിക്കാനായിട്ടുള്ള പ്രകാശമാണ് ഈശോ എന്ന് വളരെ വ്യക്തമായിട്ടും ഈശോയുടെ പറഞ്ഞ് കാണിച്ചു തരികയാണ്. പകലല്ല പ്രകാശം തരാം, ചന്ദ്രനല്ല പ്രകാശം തരാം. നമ്മുടെ ആത്മാവിന് പ്രകാശം തരുന്നത് ഈശോയാണ്, ആത്മാവാണ്. അടുത്തത് 20-ാമത്തെ വാക്യം വായിക്കും. അങ്ങനെ ദൈവമായ കർത്താവിന്റെ പ്രകാശം വഴിയായിട്ട് നമ്മളെ
മഹത്വത്തിലേക്ക് നയിക്കപ്പെടും. നമ്മുടെ മഹത്വം, നമുക്ക് മഹത്വം തരുന്നത് ഈശോയാണ്. ആ ദൈവമാണ്. ദൈവത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ഈശോയാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നതെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, ഈ പ്രകാശം പ്രത്യാശയാണ്. പ്രത്യാശ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ഈ പ്രകാശം പ്രത്യാശ നൽകുന്നതാണ്. മിക്കയുടെ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ. മിക്കയുടെ പുസ്തകം 7, 8, 9 വാക്യങ്ങളാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകം അധ്യായം 7, 8, 9 വാക്യങ്ങളാണ്. ഞാൻ പാപത്തിലെ അന്ധകാരത്തിലായിരുന്നു, എന്നിട്ടും കർത്താവ് എനിക്ക് വെളിച്ചമായിരിക്കുന്നു. പ്രത്യാശ നൽകുന്നതാണ്. നീ എത്ര പാപിയായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം പാപത്തിൻ്റെ അന്ധകാരത്തിലായിരുന്നോട്ടെ, കർത്താവായിരിക്കും നിനക്ക് പ്രകാശമായിട്ട് മാറുക എന്ന് വളരെ വ്യക്തമായിട്ടും പ്രത്യാശ നൽകുന്ന വചനമാണ്. ഈ ലോകത്തിലെ ആരും നിന്നെ തള്ളി പറഞ്ഞാലും, ഈ ലോകത്തിലെ ആരും നിന്നെ അന്ധകാരമാക്കിയാലും, കർത്താവായിരിക്കും നിന്റെ പ്രകാശം. മിക്കയുടെ പ്രവചനത്തിലെ 7-ാം അധ്യായം 8, 9 വാക്യത്തിൽ പറയുകയാണ്, നീ പാപത്തിൻ്റെ അന്ധകാരത്തിലായിരുന്നാലും പ്രകാശമായിരിക്കുന്നത് കർത്താവായിരിക്കും. നമ്മൾ പാപത്തിലാണെങ്കിലും പ്രകാശത്തിലേക്ക് വരുവാനായിട്ട് ദൈവം, ഈശോ നമ്മളെ സഹായിക്കുന്നു എന്നുകൂടിയും ഇവിടെ പറഞ്ഞു പഠിക്കുക. ഇനി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19, 21 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതിൻ്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക, ഈ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ജനം ആഗ്രഹിക്കുന്നത് ഇപ്പോഴും അന്ധകാരത്തിൽ വസിക്കാനായിട്ടാണ്. കാരണം ഈ അന്ധകാരത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പരക്കം മാഞ്ഞു പോവുക. പ്രകാശത്തെക്കാളധികമായിട്ട് അവരെ അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈശോയെക്കാളും അധികമായിട്ട് പാപത്തെ സ്നേഹിക്കുക, ഈശോയേക്കാൾ അധികമായിട്ട് പാപത്തെ സ്നേഹിക്കുക, ലോകത്തിലെ സുഖ സൗകര്യങ്ങളെ സ്നേഹിക്കുക. അതാണ് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് മാറി പ്രത്യാശ നൽകുന്ന ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.